ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. എക്സിബിഷൻ കാണാൻ പോവാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൊല്ലം എക്സിബിഷൻ ഉണ്ടാവും. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. കഴിഞ്ഞ കൊല്ലം അച്ചാച്ചന് വയ്യാണ്ടൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ കൊല്ലം ഞങ്ങൾ പോവാണ്. ഞാനും മുന്നോളും അമ്മയും അച്ചാച്ചനൊക്കെ ഉണ്ട് കേട്ടോ. അച്ചാച്ചനെ ഞങ്ങൾ അവിടെ കൊണ്ടിറക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവും. അതിനുള്ളിൽ ഒരു 3-4 മണിക്കൂർ നമ്മൾ ചുറ്റി തിരിയണമല്ലോ. അപ്പം അച്ചാച്ചനെ വയ്യ, അത് കാരണം അച്ചാച്ചനെ ഞങ്ങളവിടെ ആക്കിയിട്ട് പോയി. തിരിച്ച് ഇറങ്ങുന്ന സമയമാകുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അച്ചാച്ചൻ പോണത്. അങ്ങനത്തെ നമ്മൾ എക്സിബിഷൻ്റെ അവിടേക്ക് എത്തി. നട്ടപ്പറ വെയിലത്താണ് ഞങ്ങൾ വന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. മഴയുടെ ഒരു കാര്യം ഇങ്ങനെ നിൽക്കുകയാണ്, പിന്നെ മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മഴയത്ത് പെട്ടാലോ എന്ന് പേടിച്ചിട്ടാണ് ഉച്ച സമയത്തേക്ക് വന്നത് കേട്ടോ. നട്ടപ്പറ വെയിലാന്ന് പറഞ്ഞാൽ നട്ടപ്പറ വെയിലാണ്. അപ്പോൾ ഇത് കണ്ടില്ലെങ്കിൽ അതൊരു വിഷമമാണ്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ കൊല്ലം ഇനി കാണാണ്ട് പോകേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ വേഗം തന്നെ കാണാൻ വരാണ്. പൂരം കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. ഇപ്പോഴാണ് അത്യാവശ്യം സ്റ്റാളുകളൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതെ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റിന്. അപ്പോൾ 3 ടിക്കറ്റ് എടുത്തു കേട്ടോ. അമ്പാടിക്ക് വേണ്ട, അമ്പാടിക്ക് 3 വയസ്സായിട്ടില്ലല്ലോ. അപ്പോൾ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ടാന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ 3 ടിക്കറ്റ് എടുത്ത് അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനെ കാണിച്ച് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറുന്ന സ്റ്റാളെന്ന് പറയണത് ഈ ബെഡ്ഷീറ്റ്, പില്ലോ കവറ്, കർട്ടൻ, സോഫ വിരി, പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ ടവ്വില് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. വലിയൊരു സ്റ്റോളാണ്. എല്ലാ പ്രാവശ്യവും ഇത് തന്നെയാണ് ആദ്യത്തെ സ്റ്റാൾ ഉണ്ടാവുക കേട്ടോ. ഇവരുടെയാണ് ആദ്യത്തെ സ്റ്റാൾ ഉണ്ടാവുക. ഫസ്റ്റുള്ള സ്റ്റാളിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് പോണതാണ് ബെറ്റർ. നമ്മൾ വിചാരിക്കും അടുത്തതിന്ന് മേടിക്കാം. പക്ഷെ ലാസ്റ്റ് എത്തുമ്പോൾ വലിയതായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ തുടക്കത്തിലുള്ള സ്റ്റാളിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നതാണ് എനിക്ക് നന്നായിരിക്കുക. മിക്കപ്പോഴും ചിലർക്ക് പറ്റുന്ന അബദ്ധം പിന്നെ മേടിക്കാം, ഇതിന് നല്ലതുണ്ടാവും, വേറെ ഇതിന് നല്ലതുണ്ടാവും എന്ന് വെച്ചിട്ട് നമ്മൾ മേടിക്കുകയാണ്, അങ്ങനെ പോകും. പക്ഷേ ഫസ്റ്റിൽ നിന്ന് മേടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾക്ക് അറിയാത്തതുമായിട്ടുള്ള സാധനങ്ങളുണ്ട്, അറിയണതായിട്ടുള്ള സാധനങ്ങളുണ്ട്. നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധ എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ ഒരു എക്സിബിഷൻ ഹാളിൽ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ അതേ പാത്രങ്ങൾ, മരത്തിൻ്റെ വെറൈറ്റീസ്, മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വെറൈറ്റി സാധനങ്ങൾ, പിന്നെ ഭംഗിക്ക് വെക്കുന്ന സാധനങ്ങൾ, ഗ്ലാസ്സുകളുടെ ഒരു വലിയ ശേഖരം ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സിൻ്റെ അവിടെ കുറച്ച് നേരം ഞാൻ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ നിന്നു, റേറ്റൊക്കെ നോക്കി. പക്ഷെ ഭയങ്കര റേറ്റ്, നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു റേറ്റും ഈ ഒരു റേറ്റും ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ഫിക്സഡ് റേറ്റിന് അവർ ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. ഫിക്സഡ് റേറ്റിന് എഴുതി പിന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് വില പേശി മേടിക്കാം. പണ്ടൊക്കെ അങ്ങനെ പറ്റിയിരുന്നു. ഈ പ്രാവശ്യമൊക്കെയാണ് ഞാൻ അങ്ങനെ ഫിക്സഡ് റേറ്റിന് ഇങ്ങനെ എഴുതി വെക്കണം കണ്ടേട്ടോ. പിന്നെ അത് കത്തികളുടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അമ്മ സ്റ്റക്കായി. 2 കത്തി വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കണം കേട്ടോ. അപ്പോൾ അമ്മ വലിയ കത്തിയൊക്കെ മേടിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ കത്തി മേടിക്കുന്നത് വെറും കടാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കൈ വെച്ച് അമ്മയ്ക്ക് നമ്മൾ പച്ചക്കറി കരിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഒരു ഒരു ചെറിയൊരു സൈസ് കത്തിയും പിന്നെ നമ്മൾ സാധാരണ ഒരു കത്തി അങ്ങനെ 2 മേടിച്ചു കേട്ടോ. പിന്നെ കളിക്കണ ഭാഗത്തേക്ക് എത്തിയപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നു. അവിടെ നിന്നിട്ട് ഇങ്ങനെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് മേടിക്കണ്ട, ഭയങ്കര റേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞ് ഇത് പറഞ്ഞ് അപ്പൊക്കെ മുഖത്തിന് തീരെ തെളിച്ചില്ല. എന്നാലും ഞാൻ അവിടെ നിന്നൊക്കെ അവരെങ്ങനെ വലിച്ചുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഗാന്ധി കോട്ടനില്ലേ, അങ്ങനത്തെ കൈത്തറി മുണ്ട് അങ്ങനത്തെ ഒരു സെക്ഷനിലേക്ക് എത്തി. അവിടെ നോക്കി, അവിടെ ഇങ്ങനെ സാരി, അതുപോലെ തന്നെ നമുക്ക് ഒറ്റമുണ്ടൊക്കെ, അതൊന്നും കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടോ. കാരണം അതൊക്കെ കുറച്ചുകൂടി നല്ല സാധനങ്ങളാണ്. പിന്നെ അത് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളുണ്ട്. പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പിന്നെ ഈ എലി പൂവ, പാറ്റ പൂവ, കുഴിനകം, കറ അങ്ങനത്തെ സാധനങ്ങൾ, അതൊക്കെ പോവാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് സർബത്ത് കടകൾ, ജ്യൂസ് കടകൾ, നമ്മളെ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് ഐസ്ക്രീം കടകളുണ്ട്. ഐസ്ക്രീം ഒന്നും ഞാൻ വാങ്ങിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല ചുമയും കപക്കെട്ടൊക്കെ വന്നാൽ കഴിഞ്ഞ് കത്തിക്കില്ല, എനിക്കറിയാം. അത് കാരണം ഞാൻ ഐസ്ക്രീം ആയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. വെള്ളം, ജ്യൂസ്, കരിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഫാഷനായിട്ടുള്ള ഡ്രസ്സുകൾ, പിന്നെ നൈറ്റികൾ, ഫ്രോക്ക് നൈറ്റി പറയണ്ട, ഒരുവിധം എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അത് ഡ്രസ്സാണ് നമുക്കിങ്ങനെ ഫാമിലിക്കായിട്ട് ഇതൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ പോവാൻ.
പിന്നെ ചുരിദാർ മെറ്റീരിയലൊക്കെ നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതെ ബാംഗിൾസിൻ്റെ ഷോപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലപോലെ ഇങ്ങനെ ബാംഗിൾസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല അടിപൊളി ബാംഗിൾസ് ആൻറ്റിക് ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ രാജസ്ഥാൻ അങ്ങനത്തെയൊക്കെ കല്ല് വെച്ചിട്ടുള്ള ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി, നമ്മളിങ്ങനെ വെറുതെ എങ്ങനെയും ചെയ്യണമല്ലോ, അങ്ങനെ വെറുതെ നോക്കി അങ്ങനെ പോവാണ്. പിന്നെ കുർത്തി, കോട്ട് സെറ്റുകൾ ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി എക്സ്പെൻസീവാണ്. പിന്നെ അവരൊരു റെൻറ്റ് കൊടുത്തിട്ടല്ല അവിടെ ഇരിക്കണത്, അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലാഭം വേണമല്ലോ. പിന്നെ അതെ രാജസ്ഥാനി അച്ചാറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അച്ചാറിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പോയതാണ്, തിരിച്ച് ഞങ്ങൾ ബാക്കിലേക്ക് തന്നെ വന്നിട്ട് അച്ചാർ മേടിക്കാൻ വേണ്ടിയിട്ട് കയറി. എല്ലാ പ്രാവശ്യവും നമ്മൾ ഇവിടെ നിന്ന് അച്ചാർ മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇവിടുത്തെ അച്ചാർ. ഇവർ ഉണ്ടാക്കണത് ഇപ്പോൾ എങ്ങനെയാണെന്നൊന്നും നമ്മൾ കാണുന്നില്ല, പക്ഷേ ടേസ്റ്റുള്ള അച്ചാറാണ്, അപ്പോൾ അത് പറയണമല്ലോ. അപ്പോൾ 2 അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കി. മാങ്ങയുടെ 2 ഫ്ലേവറാണ് കേട്ടോ ടേസ്റ്റ് ചെയ്തത്. അമ്മ വെളുത്തുള്ളിലേക്ക് പറഞ്ഞു, പക്ഷേ വെളുത്തുള്ളിക്ക് ഒരു മധുരം പോലെ തോന്നി, അങ്ങനെ വേണ്ടാന്ന് വെച്ചു. 2 അച്ചാർ ഫ്ലേവർ ചെയ്ത് നോക്കി, ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്ത അച്ചാർ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അതൊരു ബോട്ടിൽ മേടിക്കുകയാണ് കേട്ടോ ചെയ്തത്. അത് പണ്ടൊക്കെ ഇവരിങ്ങനെ കവറിലാക്കിയിട്ടാണ് നമുക്ക് തരാം, കവറിൽ പാക്ക് ചെയ്ത് തരാം ചെയ്യുക. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നല്ല പുരോഗമനമായിട്ടുണ്ട്. ബോട്ടിലൊക്കെ ആക്കിയിട്ടാണ് അവർ തരുന്നത്, നല്ല പുരോഗമനമായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 250 ഗ്രാമിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 250 ഗ്രാം അച്ചാർ വാങ്ങിച്ചു. അയാൾ എണ്ണൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം വെളിച്ചെണ്ണയും എണ്ണയും ഇതൊക്കെ ഇതാക്കിയിട്ട് സെറ്റാക്കിയിട്ട് തന്നെയാണ് കേട്ടോ അവർ ആക്കി തരണത്. അപ്പോൾ അച്ചാർ മേടിച്ചു. ഇത് ഇങ്ങനെ ഇത്തിരി മൂത്ത മാങ്ങയാണ് കേട്ടോ. അത് ഇങ്ങനെ ഇത് വെച്ചിട്ടുള്ള അച്ചാറാണ്. ഉപ്പും വലിയ ഓവറായിട്ടില്ല, നമുക്കൊരു സാധാരണ ഒരു ലെവലിലുള്ളതാണ്. അപ്പോൾ അത് മേടിച്ചു. അമ്മയൊന്നും കഴിക്കില്ല കേട്ടോ, ഞാനാണ് അച്ചാർ കഴിക്കുന്ന ആൾ. അപ്പോൾ അത് മേടിച്ചു ആ ടേസ്റ്റ് കണ്ടിട്ട്. പിന്നെ എന്താ ചെരുപ്പുകളുണ്ട്, ബാഗുകളുണ്ട്. ഞാൻ ബാഗ് ഫസ്റ്റ് കണ്ടോടത്തുനിന്ന് മേടിക്കാണ്ട് പിന്നെ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് പിന്നെ നീങ്ങിപ്പോയി, പക്ഷെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സ്ലിംഗ് ബാഗാണ് നോക്കിയത്. ഞാൻ വിചാരിച്ച് വേണ്ട, ഓൺലൈനിൽ തന്നെ മേടിക്കാൻ ജസ്റ്റ് അങ്ങോട്ട് പോന്നു കേട്ടോ. പിന്നെ കുങ്കുമത്തിൻ്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറയാൻ വെച്ചാൽ 10,000 20,000 കൊണ്ടുവന്നാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് കഴിയില്ല. നമ്മൾ അത് കണ്ട് ഇത് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ കാശ് ഇങ്ങനെ കഴിയാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയാണ്. ഇതാ പിന്നെ കൊട്ടാണലുണ്ടായിരുന്നു, കടലിനുള്ളിലേക്ക് കൂടെ നടക്കണത്, പക്ഷെ നമ്മൾ അതിൽ കയറിയില്ല. മുന്നേ ഞാനും അമ്മയും പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് വയനാട്ടിലും കയറിയ കാരണം ഞങ്ങൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വെറുതെ സമയം കളഞ്ഞില്ല കേട്ടോ. പിന്നെ ഉണ്ണികൾ കളിക്കണ ആ ഒരു സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്പാടിക്ക് ഉണ്ണിക്കുട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്, കളിക്കാനുള്ള ഒരു ടെൻഡൻസിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം ബജ്ജി കഴിക്കാം, എന്നിട്ട് കളിക്കണേൽ കയറാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കോളിഫ്ലവർ ബജ്ജിയാണ് കേട്ടോ മേടിച്ചത്. എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ, ഒരു ടേസ്റ്റ് എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തില്ല. അത് കഴിച്ച് ഞങ്ങൾ പിന്നെ അവർക്ക് ദാഹിച്ചപ്പോഴേക്കും ഞങ്ങൾ കരിക്ക് മേടിച്ചു. അപ്പം തന്നെ കരിക്ക് മേടിച്ചു. പുറത്ത് കരിക്കിന് 50 രൂപയുള്ളൂ, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ 60 രൂപ. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എല്ലാത്തിനും വില കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ കരിക്ക് മേടിച്ചു. കരിക്കിൻ്റെ ഉള്ളിലത്തെ കാമ്പ് അവർ വെട്ടി തന്നിട്ടുണ്ടായിരുന്നു, അതും കഴിച്ച് പിന്നെ ഞങ്ങൾ ഇവർ കളിക്കാനുള്ളതിലേക്ക് പോവാണ് കേട്ടോ. അതിന് പോണ വഴിയിൽ പാവ് ബജ്ജി, പാനിപ്പൂരി അങ്ങനത്തെ സാധനങ്ങളുടെ ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒന്നും കയറിയില്ല. ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യം ഞാനാണ് എന്തില്ലെങ്കിലൊക്കെ കയറാം ഉണ്ണികളുടെ കൂടെ. എനിക്ക് കയറാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, ഉണ്ണികൾ ഒറ്റയ്ക്കല്ലേ കയറാന്നുള്ള രീതിയിൽ നമ്മൾ കയറുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം അമ്മ പറഞ്ഞു എനിക്ക് ട്രെയിനിൽ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ കയറിക്കുമെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ കയറിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മാമ്മയും ഉണ്ണിയോളും ട്രെയിനിൽ കയറിയിട്ടോ. ട്രെയിൻ കുറച്ച് ടൈം അധികം ഉണ്ടായിരുന്നു, കുറേ പ്രാവശ്യം വരെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്പാടി ആദ്യം കയറിയപ്പോൾ ഇങ്ങനെ വായൊക്കെ തുറന്ന് വെച്ചിട്ട് കരയണ പോലെയൊക്കെ കാണിച്ചു. എന്നിട്ട് പിന്നെ പോയി കഴിഞ്ഞപ്പോൾ ആൾക്കൊക്കെ ആയി. അങ്ങനെ അമ്മാമ്മ അവരുടെ കൂടെ ഇരുന്നിട്ട് ട്രെയിനിൽ വരാണ്. ഇവിടുത്തെ വഞ്ചി പോകുന്നുണ്ട്. വഞ്ചിക്ക് ഇങ്ങനെ ആകാശത്ത് മുട്ടണ പോലെയാണ് കേട്ടോ പോണത്. ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പോൾ 2 പേരുള്ളൂന്നുണ്ടെങ്കിലും 2 പേരെ ഇവർ കയറ്റി ഈ ആട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടോ ഈ ട്രെയിനിൽ തന്നെ ആകെ ഞങ്ങളുടെ ഫാമിലി ഉണ്ട്, പിന്നെ വേറെ 2 കുട്ടികളുള്ളൂ. അവരെ അതിൻ്റെ ഉള്ളിൽ ഇതാക്കി ട്രെയിൻ ഓടിക്കുന്നുണ്ട്. നമ്മൾ വയനാട്ടിലൊക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും കേട്ടോ, ഇനി ആൾക്കാർ വരട്ടെ എന്നുള്ള രീതിയിൽ അവർ വെയിറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും തോന്നിയില്ല. എത്ര പേരാണുള്ളത്, എത്ര പേരെ വെച്ചിട്ട് അവരത് ഓടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യണത്.
ചെറിയൊരു തിരക്കുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല ഉച്ച സമയത്താണ് നമ്മൾ വന്നത്. അപ്പോൾ വെയിലൊക്കെ ആയ കാരണമാണ് ആൾക്കാരധികം ഇല്ലാത്തത്. വൈകുന്നേരം നല്ല തിരക്കായിരിക്കും കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ അമ്പാടി ഉണ്ണിക്കുട്ടൻ ഈ ഒരു ബോളിൻ്റെ സെക്ഷനിൽ കയറ്റി കുറച്ച് നേരം അവർ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഞങ്ങൾ പുറത്ത് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. എല്ലാത്തിലും ഇപ്പം ഞങ്ങൾ 2 സ്ഥലത്തിലാണ് കയറ്റിയുള്ളൂ. പിന്നെ ഉള്ളതൊക്കെ വലിയ വലിയ വഞ്ചി ഇതൊക്കെയില്ല, അതിലൊന്നും ഇവരെ കയറ്റിയില്ല. കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന 2-3 എണ്ണത്തിലാണ് കയറ്റി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾ സ്വീറ്റ് കോൺ കണ്ടു. സ്വീറ്റ് കോൺ ഇതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ 3Dയുടെ ഒരു ഇതും കൂടി കണ്ടു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് പാർക്ക്. പാർക്കിൽ വന്നിട്ട് ഇതാ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇത് അമ്പാടി കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മാറി നിൽക്കുകയാണ്. അപ്പോഴത്തെ ചേട്ടൻ വന്നിട്ട് വീണ്ടും കയറി കാണിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് കയറാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അമ്പാടി വീണ്ടും കയറാനൊക്കെ ശ്രമിച്ചു, പക്ഷെ അവന് പേടിയായിട്ട് അവൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോരാന്നിട്ട് ചെയ്തത്. ഇവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്നതോട് കൂടിയിട്ട് അച്ചാച്ചനെ വിളിച്ചിട്ട്, അപ്പോൾ അച്ചാച്ചൻ 10-15 മിനിറ്റിനുള്ളിൽ തൃശ്ശൂർക്ക് വന്നു. പിന്നെ നമ്മൾ ഉച്ചക്കലേക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരുന്ന വഴിയിൽ നമ്മൾ അയ്യന്തോളം ഒരു ഹോട്ടലിൽ കയറിയിട്ട് അച്ചാച്ചൻ പാഴ്സൽ മേടിച്ചിട്ടോ, മസാല ദോശ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.